സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. പത്തനാപുരം സ്വദേശിനി ഷീബ, നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ എന്നിവരാണ് മരിച്ചത്. ഹോത്ത ബനി തമീം മക്ക റോഡിലായിരുന്നു അപകടം. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, അതിദാരുണമായ ഒരു അപകടമായി പോയി. ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും അതിദാരുണമായ വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്നത്. റിയാദിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയുള്ള ഹോത്ത ബനി തമീം മക്ക റോഡിലെ മഹ്മിയ എന്ന സ്ഥലത്തായിരുന്നു അപകടമുണ്ടായിരുന്നത്. ഈ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എതിർദിശയിലുള്ള റോഡിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ബസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. ഈ മുകൾ ഭാഗം തകർന്ന ആ ഒരു വിടവിലൂടെയാണ് ഈ വീണ ഷീബയും അതുപോലെ തന്നെ ഇസ്മയിലും പുറത്തേക്ക് തെറിച്ചു വീണത്. ഈ രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പത്തനാപുരം സ്വദേശിയായ ഷീബ വർഷങ്ങളായി ഭർത്താവിനൊപ്പം സൗദിയിലെ താമസക്കാരിയാണ്. മരിച്ച മറ്റൊരു മലയാളിയായ ഇസ്മയിൽ ഉംറ സംഘത്തിന്റെ അമീറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വിജനമായ ഈ സ്ഥലത്താണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് വൈകി മാത്രമാണ് ആരംഭിച്ചത്. വിവരമറിഞ്ഞ ഉടൻ പോലീസും റെഡ് ക്രസന്റും ആംബുലൻസുകളും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഈ അപകടത്തിൽ നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 18ഓളം ആളുകളെ 2 ആശുപത്രികളിലായി ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിരവധി മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യയിലാണ് ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചത്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.